ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥനകളൊന്നുമല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നിങ്ങൾക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ മാതാവിൻ്റെ മൗനസഹന ജപമാല എന്ന പേരിൽ ഒരു കരുണക്കൊന്ത യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ ഒത്തിരി പേരത് കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ കൂടെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങളത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഈ കരുണക്കൊന്ത എഴുതിയ ജോഷി അച്ഛൻ കുറച്ച് നാൾ മുമ്പ് മാതാവിൻ്റെ സഹന വഴി എന്ന പേരിൽ ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥന കൂടി ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ ആ കുരിശിൻ്റെ വഴിയുടെ പുസ്തകം വാങ്ങി ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും തന്നെ മാതാവ് വഴി ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തതിൻ്റെ ഒരുപാട് സാക്ഷ്യങ്ങൾ ദിവസവും അച്ഛൻ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കേൾക്കാനും വായിക്കാനും ഇടയായി. അപ്പോഴാണ് ശരിക്കും, അത് പ്രത്യേകിച്ച് കഴിഞ്ഞ നോമ്പ് കാലത്ത്, അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഈ പ്രാർത്ഥന, അതായത് മാതാവിൻ്റെ ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് ഇത്രയേറെ ശക്തിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പം ഞാൻ വിദേശത്തായതുകൊണ്ടും എൻ്റെ കയ്യിൽ ഇതിൻ്റെ പുസ്തകമില്ലാത്തത് കൊണ്ടും ഞാൻ അച്ഛൻ യൂട്യൂബിലിട്ടിരുന്ന ആ വീഡിയോ ആയിരുന്നു പലപ്പോഴും കേട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അച്ഛൻ ഡെയിലി വരുന്ന സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പം അതിൽ ഒരുപാട് മക്കൾ, ആത്മഹത്യാ പ്രവണതയുള്ള മക്കൾക്ക് അതിൽ നിന്ന് മോചനവും, ദുശ്ശീലങ്ങളിൽ പെട്ടുപോയവർക്ക് വിടുതലും, നിരാശയിൽ പെട്ടുപോയവർക്ക് പ്രത്യാശാഭരിതമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും, അതുപോലെ വിദേശത്ത് ജോലി, മക്കൾക്ക് വിദേശത്ത് ജോലി ലഭിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഈ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ മക്കൾക്ക് ജോലി ലഭിച്ചതിൻ്റെയും, നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടിയതിൻ്റെയും, കുടുംബ സമാധാനം കൈവന്നതിൻ്റെയും തുടങ്ങി ഒരുപാട് സാക്ഷ്യങ്ങളായിരുന്നു അനുദിനവും വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ കോതമംഗലത്തുള്ള ചെങ്കര നിർമ്മൽ ഗ്രാം ധ്യാനകേന്ദ്രത്തിലാണ് കേട്ടോ ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ വെച്ച് ഒരു ആരാധനയുടെ സമയത്താണ് മാതാവ് അച്ഛന് ഇപ്രകാരം ഒരു കുരിശിൻ്റെ വഴി എഴുതുവാൻ പ്രേരണ നൽകുന്നത്. ആ കുരിശിൻ്റെ വഴി നമ്മൾ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാകും, മാതാവ് പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതുപോലെയാണ് ആ കുരിശിൻ്റെ വഴി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ പുസ്തകം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛൻ്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കാം. നിങ്ങൾ അച്ഛനെ വിളിച്ച് നിങ്ങളുടെ വീട്ടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്കത് ആ അഡ്രസ്സിൽ അയച്ചു തരുന്നതായിരിക്കും. അതല്ല, പോയി വാങ്ങാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെയും പോയി വാങ്ങാവുന്നതാണ്. ഒത്തിരി അനുഗ്രഹപ്രദമായ ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥനയാണിത്. അതിലെ പാട്ടുകളൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ നോമ്പുകാലത്ത് ഒക്കെ നമ്മുടെ പള്ളികളിൽ ചൊല്ലാറുള്ള കുരിശിൻ്റെ വഴി ഉണ്ടല്ലോ, ആബേലച്ഛൻ്റെ കുരിശിൻ്റെ വഴി, ആ കുരിശിൻ്റെ വഴിയുടെ അതേ ട്യൂണിലാണ് ഇതിൻ്റെയും പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ നമ്പർ കുറിച്ചെടുത്തോളൂ, ഞാൻ പറയാം. 79 07 92 64 41. ഇനി മറ്റൊരു നമ്പർ കൂടി പറയാം, 99 61 69 91 52. ഈ 2 നമ്പറിൽ ഏതെങ്കിലും നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. ഈ നമ്പറിൽ വിളിച്ചിട്ട് കുരിശിൻ്റെ വഴിയുടെ പുസ്തകവും അതുപോലെ നമ്മൾ ഇന്നലെ യൂട്യൂബിലിട്ട മാതാവിൻ്റെ മൗന സഹനങ്ങളുടെ കരുണക്കൊന്തയുടെ ആ പ്രിൻ്റ് കോപ്പിയും, അത് പുസ്തകമായിട്ടില്ല, ചെറിയൊരു കാർഡ് പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അതും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈശോയുടെ കുരിശിൻ്റെ വഴിയാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതും പ്രാർത്ഥിച്ചിട്ടുള്ളതും. എന്നാൽ മാതാവിനും കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നു. അത് മൗനത്തിൻ്റെ സഹന വഴിയായിരുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മ പലവിധ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് എന്നും ഒരു ആശ്വാസമാണ്. മാതാവിൻ്റെ ഈ സഹന വഴിയിലൂടെയുള്ള ഈ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് വളരെ വേഗമാണ് മാതാവ് ഉത്തരം നൽകുന്നതും അവരെ അനുഗ്രഹിക്കുന്നതും.